അത് ജസ്റ്റ് ഒന്ന് ഞാൻ ഇന്നലെ മ്യൂട്ട് ചെയ്തു പോയില്ലേ, ഒന്നുകൂടി ഒന്ന് പറയാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ട്രപ്പിസോയിഡൽ നോട്ട്സ്. ഇതിന്റെ എല്ലാം ഡയമെൻഷൻസ് കണ്ടുപിടിക്കുകയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നലെ ബി എന്നിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ബി എൻ നിങ്ങൾക്ക് 0.3933 കിട്ടി. അപ്രോക്സിമേറ്റ്ലി 0.4 മീറ്ററിന് എടുക്കും. പിന്നെ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.211 എന്നും കിട്ടി. ഓക്കെ, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്തായിരുന്നു? തീറ്റയുടെ വാല്യൂ ആണ് വേണ്ടത്. സോ n ഈക്വൽ ടു 2 tan തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് തീറ്റയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. n എന്ന് പറയുന്നത് 0.211 എന്ന് കിട്ടിയത് കൊണ്ട് ഇതിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്നിന്റെ വാല്യൂ കിട്ടും. 0.211 is equal to 2 into tan theta. സോ തീറ്റയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. തീറ്റയുടെ വാല്യൂ എത്ര കിട്ടും? എത്ര കിട്ടുന്നേ? 6.022. ഓക്കെ, അപ്പൊ 6 ഡിഗ്രിന്ന് കിട്ടി. സോ ഈ ഡയമെൻഷൻസ് ഒക്കെ ഇവിടെ മാർക്ക് ചെയ്യുക. ഇത് 6, പിന്നെ ബി എൻ എന്ന് പറയുന്നത് 0.4, ഡെപ്ത് എന്ന് പറയുന്നത് ഫുൾ സപ്ലൈ ഡെപ്തിനോട് ഈക്വൽ ആണ്, അത് 1.5 മീറ്റർ. സോ നിങ്ങൾക്ക് ടോപ്പ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ടോപ്പ് വിഡ്ത്ത് എത്ര കിട്ടുക? ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പം അതായത് ഇങ്ങനെ ഒരു തീറ്റ ഉണ്ടെങ്കിൽ ഇത് 0.4 ആണ്, ഈ നടുക്കത്തത് 0.4 മീറ്റർ ആണ്. സോ ഈ ഒരു വാല്യൂ എക്സ്, ഈ എക്സ് കണ്ടുപിടിച്ചാൽ മതി. രണ്ടിടത്തും എക്സ് ആയിരിക്കും അല്ലെ? രണ്ട് ഡയറക്ഷനിലും തീറ്റ എന്ന് പറയുന്നത് 6 ഡിഗ്രി ആണ്. സോ ഇതും 6 ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്ക് എക്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. 0.4 പ്ലസ് 2x ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോട്ടൽ വിഡ്ത്ത് കിട്ടും. ഈ എക്സ് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? ടാൻ തീറ്റ എടുത്താൽ മതി. ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എക്സ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് 1.5. സോ നിങ്ങൾക്ക് ടാൻ 6 ഈക്വൽ ടു എക്സ് ബൈ 1.5 എന്ന് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? 0.158. 0.158 എന്ന് കിട്ടും. സോ ഇവിടെ അത് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് വിഡ്ത്ത് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. സോ ടോപ്പ് വിഡ്ത്തിന്റെ വാല്യൂ പറയുമോ? 0.716. 0.716 എന്ന് കിട്ടും ടോട്ടൽ. അപ്പൊ ഇങ്ങനെ ഇത് മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ട്രപ്പിസോയിഡൽ നോച്ച് ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പൊ ഇത്രയും കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ഡെപ്ത്, പിന്നെ ബോട്ടം വിഡ്ത്ത്, പിന്നെ ഈ ആംഗിൾ തീറ്റ. ഈ ബോട്ടം വിഡ്ത്തും തീറ്റയും കൂടെ ഒരുമിച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഇക്വേഷൻ യൂസ് ചെയ്യും. Q is equal to 2.99 C d raised to 3/2 into dn plus 0.4 ND. ഒരു ഇക്വേഷനേ ഉള്ളൂ, 2 അൺനോൺ ഉണ്ട്, അതുകൊണ്ട് 2 കണ്ടീഷൻസ് കൊടുത്തിട്ട് bn-ഉം n-ഉം കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ n വെച്ചിട്ട് തീറ്റ കാൽക്കുലേറ്റ് ചെയ്തു, തീറ്റ യൂസ് ചെയ്തിട്ട് ടോപ്പ് വിഡ്ത്തും കണ്ടുപിടിച്ചു. സോ നിങ്ങൾക്ക് ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് 0.716 എന്നാണോ കിട്ടിയത്? ഓക്കെ, 0.716 എന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞു. ഓക്കെ, ആദ്യത്തെ ഡിസൈൻ. നമുക്ക് കുറെ പാർട്സ് ഉണ്ടായിരുന്നു. ഇന്നലെ ഫിഗർ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ പാർട്സ് ആണ് ഡിസൈൻ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെ ആദ്യത്തെ പാർട്ടാണ് നോച്ച്. നോച്ച് കഴിഞ്ഞ ഏതാ പാർട്ട്? സെക്കൻഡ് പാർട്ട് ഏതാ? അടുത്ത പാർട്ട് ഏതാ ഡിസൈൻ ചെയ്യേണ്ടത്? അറിയോ? നോട്ട്സ് എവിടെയായിരിക്കുന്നത്? നോച്ച് പിയറയിലാണ് നോട്ട്സ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നോച്ച് പിയർ ആണ് അടുത്തത് ഡിസൈൻ ചെയ്യേണ്ടത്. നോച്ച് പിയർ എന്താന്ന് ഓർമ്മയുണ്ടോ? ഇവിടെ ജസ്റ്റ് കാണിച്ചു തരാം. നോച്ചിരിക്കുന്നുണ്ട്. നോച്ചിരിക്കുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ നോച്ച് പിയർ എന്ന് പറയുന്നത്. ഇതുണ്ട്, ഈ നോച്ചിരിക്കുന്ന പോർഷൻ, അതിനെയാണ് നോച്ച് പിയർ എന്ന് പറയുന്നത്. അതിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് റെക്ടാംഗിൾ ആണ്. റെക്ടാംഗിൾ സെക്ഷൻ ആയതുകൊണ്ട് നോച്ച് പിയർ ഡിസൈൻ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും? സത്യത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നോച്ച് പിയർ മുഴുവൻ ഒരു ലെങ്തിൽ കൊടുത്ത് അതിന്റെ ഉള്ളിൽ നോച്ച് കട്ട് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു നോച്ച് പിയർ ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ എന്തെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും? നോച്ച് പിയർ എന്ന് പറയുന്ന പോർഷൻ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ ഒരു ഇത്രയുമാണ് നോച്ച് പിയർ, അതിന്റെ ഡെപ്ത് ആണ് നോച്ച് പിയറിന്റെ. പിന്നെ എന്തെല്ലാം കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും നോച്ച് പിയർ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ? ഒരു സാധനം ഡിസൈൻ ചെയ്യാന്നുള്ളത് DHSൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതിന്റെ ഡയമെൻഷൻസ്. ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നോച്ച് പിയറിന് എന്തെല്ലാം ഡയമെൻഷൻസ് ഉണ്ട്? എന്തൊക്കെ ഡയമെൻഷൻ ഉണ്ട് നോച്ച് പിയറിന്? അതിന്റെ വിഡ്ത്ത്, വിഡ്ത്ത്, ലെങ്ത്, ഇത് നോക്കുക. ഇതാണ് നോച്ച് പിയറിന്റെ ഡെപ്ത് എന്ന് പറയുന്ന സാധനം. ഇത്രയാണ് നോച്ച് പിയറിന്റെ ഡെപ്ത്. ഇതാണ് നോച്ച് പിയറിന്റെ വിഡ്ത്ത്, വിഡ്ത്തും ഡെപ്തും. ഇനി കൂടാതെ നോച്ച് പിയറിന് ഒരു ലെങ്ത് ഉണ്ട്. ലെങ്ത് എന്ന് വെച്ചാൽ ടോട്ടൽ ഉള്ള ലെങ്ത്, അതായത് പക്ഷെ അതിന്റെ ഉള്ളിൽ നമ്മൾ നോച്ച് കട്ട് ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ അതിനൊരു ലെങ്ത് ഉണ്ടല്ലോ. നോക്കുക, ഈ ഒരു ലെങ്ത്, ഈ ടോട്ടൽ ലെങ്ത്, അതിന്റെ ഉള്ളിൽ നോച്ച് വരുന്നുണ്ട്, അത് ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ശരിക്കും ഇതിനൊരു ഡെപ്തും ഉണ്ട്, വിഡ്ത്തും ഉണ്ട്. ഈ നോച്ച് പിയറിനൊരു ലെങ്തും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന്റെ ഉള്ളിൽ നോച്ച് കട്ട് ചെയ്യണം, പക്ഷെ ഒരു ടോട്ടൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. സോ അപ്പൊ നമ്മള് നോച്ച് പിയർ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് വേണ്ടത് ഡെപ്ത്, വിഡ്ത്ത്, ലെങ്ത്, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. സോ ആദ്യമേ തന്നെ ഡെപ്ത് പറയുക. നോച്ച് പിയറിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? നോച്ച് പിയറിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ഡെപ്ത് ഓഫ് നോച്ച്. ഡെപ്ത് ഓഫ് നോച്ചിനോടോ അല്ലെങ്കിൽ ഫുൾ സപ്ലൈ ഡെപ്തിനോടോ ഈക്വൽ ആണ് നോച്ച് പിയറിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ഇതാണ് ഡെപ്ത്. നോച്ച് പിയറിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഈ ഒരു പോർഷനാണ് നോച്ച് പിയറിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. അത് എന്തിനോട് ഈക്വലാ? നോച്ചിന്റെ ഡെപ്തിനോട് ഈക്വൽ ആണ്. നോച്ചിന്റെ ഡെപ്ത് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? നോച്ച് പിയർ എന്ന് പറയുന്നത് വരുന്ന വെള്ളത്തിനെ ഫുള്ള് അവിടെ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ നോച്ച് പിയർ വെക്കുന്നത്. ഇങ്ങോട്ടേക്ക് വരുന്ന വെള്ളത്തിനെ മുഴുവൻ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന രീതിയിൽ. സോ വാട്ടറിന്റെ ഡെപ്തിനോട് ഈക്വൽ ആണ് നോച്ച് പിയറിന്റെ ഡെപ്ത് കൂടാതെ നോച്ചിന്റെ ഡെപ്ത്. ഓക്കെ, സോ
ഡെപ്ത് എന്ന് പറയുന്നത് നോച്ച് സ്പിയറിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഈക്വൽ ടു ഡെപ്ത് ഓഫ് നോച്ച് അല്ലെങ്കിൽ നമുക്ക് ഓർ ഫുൾ സപ്ലൈ ഡെപ്ത്. therefore ഡെപ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1.5 മീറ്ററിന് കിട്ടും. നോച്ച് സ്പിയറിന്റെ ഡെപ്ത് ഈക്വൽ ടു ഡെപ്ത് ഓഫ് നോച്ച് ഓർ ഫുൾ സപ്ലൈ ഡെപ്ത് ആണ്. അപ്പൊ 1.5 മീറ്ററിന് കിട്ടും. ഇനി നമുക്ക് എന്താ വേണ്ടേ? വിഡ്ത്ത് ആണ് വേണ്ടത്. വിഡ്ത്തിന് ഇത് നിങ്ങൾ DHSന്റെ ഒരു പ്രശ്നം ഇതാണ്, നിങ്ങളല്ലേ കുറെ ഇക്വേഷൻസ് കാണാതെ പഠിക്കണം. സോ വിഡ്ത്ത് എന്ന് പറയുന്നത് നോച്ച് സ്പിയറിന് കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഡെപ്ത് ഓഫ് നോച്ചിന്റെ പകുതിയാണ്. സോറി, അതായത് ഡെപ്ത് ഓഫ് നോച്ച് സ്പിയറിന്റെ പകുതിയാണ് നമ്മൾ വിഡ്ത്ത് ആയിട്ട് കൊടുക്കുന്നത്. ഡെപ്ത് ഓഫ് നോച്ച് സ്പിയർ ഡിവൈഡഡ് ബൈ 2 അതായിരിക്കും നോച്ച് സ്പിയറിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ 1.5 by 2 എന്ന് പറയുമ്പോൾ 0.75 മീറ്ററിന് വരും. ഓക്കെ, നോച്ച് സ്പിയറിന്റെ ഡെപ്ത് ഫുൾ സപ്ലൈ ഡെപ്ത് ആണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് ഡെപ്തിന്റെ പകുതിയാണ്. നെക്സ്റ്റ് ലെങ്ത് വേണം. ലെങ്ത് ഓഫ് നോച്ച് സ്പിയർ. ലെങ്ത് ഓഫ് നോച്ച് സ്പിയർ. ലെങ്ത് ഓഫ് നോച്ച് സ്പിയർ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മളുടെ ബെഡ് വിഡ്ത്ത് നോക്കുക. സോ ഇതാണ് നിങ്ങളുടെ നോച്ച് സ്പിയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് നോച്ച് സ്പിയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് നോച്ച് സ്പിയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ആ ഒരു ഡിസ്റ്റൻസ് ആണ്. നമ്മുടെ കനാല് ശരിക്കും ഇവിടുന്ന് വന്നു കഴിയുമ്പോൾ ഇത്രയും പോർഷനിൽ കൂടെയാണ് കനാൽ ഒഴുകി വന്നത്. ഇത്രയും പോർഷനിലൂടെയാണ് കനാൽ ഒഴുകി വന്നത്. ഇത്രയും അപ്സ്ട്രീം വിഡ്ത്ത് ഉണ്ടായിരുന്നു കനാലിന്റെ. ബെഡ് വിഡ്ത്ത് അല്ല, ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത്. ബെഡ് വിഡ്ത്ത് ശരിക്കും ഏകദേശം ഈ ഒരു രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ഇക്കണോമിക്ക് വേണ്ടിയിട്ട് ഇതിനെ ഡൈവേഴ്സ് കൺവേർജ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. therefore ബെഡ് വിഡ്ത്തിന്റെ 7/8 ആണ് നമ്മൾ എപ്പോഴും നോച്ച് സ്പിയറിന്റെ വിഡ്ത്ത് ആയിട്ട് ലെങ്ത് ആയിട്ട് കൊടുക്കുന്നത്. നോച്ച് സ്പിയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അപ്സ്ട്രീം ബെഡ് വിഡ്ത്തിന്റെ 7/8 ആണ് കൊടുക്കുന്നത്. മുഴുവൻ വിഡ്ത്തും കൊടുക്കൂല, കുറച്ചാണ് കൊടുക്കുക. ഇതാണ് നിങ്ങളുടെ ബെഡ് വിഡ്ത്ത് എന്ന് വിചാരിക്കുക. അങ്ങനെ ബെഡ് വിഡ്ത്ത് എങ്കിൽ അതിന്റെ കുറച്ച് കൺവേർജ് ചെയ്തിട്ടാണ് നമ്മൾ നോച്ച് സ്പിയറിന്റെ വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ 7/8 ഓഫ് ബെഡ് വിഡ്ത്ത്, അപ്സ്ട്രീം ബെഡ് വിഡ്ത്തിന്റെ 7/8 ആയിരിക്കും നമ്മൾ നോച്ച് സ്പിയറിന്റെ ലെങ്ത് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ജസ്റ്റ് ഇക്കണോമിക്ക് വേണ്ടിയിട്ടാണ്. ആ ടോട്ടൽ ലെങ്ത് മുഴുവൻ നമുക്ക് എടുത്തിട്ട് അപ്പം അത്രയും ലെങ്തിൽ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ ആ ഹോൾ ലെങ്തിൽ കൊടുക്കേണ്ടി വരും. അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് 7/8 ഓഫ് ബെഡ് വിഡ്ത്ത് ആണ്. ഓക്കെ, അപ്പൊ ലെങ്ത് ഓഫ് നോച്ച് സ്പിയർ ഈസ് ഈക്വൽ ടു 7/8 ഓഫ് അപ്സ്ട്രീം ബെഡ് വിഡ്ത്ത്. അപ്സ്ട്രീം ബെഡ് വിഡ്ത്തിന്റെ 7/8 വേണം നമ്മൾ നോച്ച് സ്പിയറിന്റെ ലെങ്ത് ആയിട്ട് കൊടുക്കുക. ഇതാ ഞാൻ പറഞ്ഞ കുറച്ച് ഇക്വേഷൻസ് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. നോച്ച് സ്പിയറിന്റെ ഡെപ്ത് ഫുൾ സപ്ലൈ ഡെപ്തിനോട് ഈക്വൽ, അതിന്റെ പകുതി വിഡ്ത്ത്. ലെങ്ത് ഓഫ് നോച്ച് സ്പിയർ എന്ന് പറയുന്നത് 7/8 ഓഫ് അപ്സ്ട്രീം ബെഡ് വിഡ്ത്ത് ആണ്. സോ 7/8 ഇൻറ്റു അപ്സ്ട്രീം ബെഡ് വിഡ്ത്ത് എത്രയാ? 6 meters. 6. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അപ്സ്ട്രീം ബെഡ് വിഡ്ത്ത് എത്രയാന്നുള്ളത്. സോ 7/8 ഓഫ് 6 എന്ന് പറയുമ്പോൾ 5.25 മീറ്ററിന് കിട്ടും. പക്ഷേ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഈ 5.25 ഒരു ചെക്ക് ചെയ്യണം. കാരണം എന്താന്ന് വെച്ചാൽ ഈ നോച്ച് സ്പിയറിന് നമ്മൾ കൊടുക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ ഡൗൺ സ്ട്രീം ബെഡ് വിഡ്ത്ത് ആയിരിക്കും. ഡൗൺ സ്ട്രീം ബെഡ് വിഡ്ത്തിനേക്കാളും കുറവായിരിക്കണം ലെങ്ത് ഓഫ് നോച്ച് സ്പിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. സോ ഈ ലെങ്ത് ഓഫ് നോച്ച് സ്പിയർ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് അപ്സ്ട്രീം ബെഡ് വിഡ്ത്തിനെയും ഡൗൺ സ്ട്രീം ബെഡ് വിഡ്ത്തിനെയും ബേസ് ചെയ്തിട്ടാണ്. സോ ലെങ്ത് ഓഫ് നോച്ച് സ്പിയറിന്റെ
അപ്സ്ട്രീം ബെഡ് വിഡ്ത്തിന്റെ 7/8 ആണ് നമ്മൾ ലെങ്ത് ഓഫ് ന്യൂസ്പിയർ ആയിട്ട് കൊടുക്കേണ്ടത്. പക്ഷെ ഒരിക്കലും അത് ഡൗൺ സ്ട്രീം ബെഡ് വിഡ്ത്തിനേക്കാളും കൂടാൻ പാടില്ല. ഓക്കെ, ഡൗൺ സ്ട്രീം ബെഡ് വിഡ്ത്തിനേക്കാളും കൂടാൻ പാടില്ല. ഡൗൺ സ്ട്രീം ബെഡ് വിഡ്ത്ത് എത്രയാണ് നമ്മളുടെ കേസിൽ? ക്വസ്റ്റ്യനിൽ നോക്കിയ ഡൗൺ സ്ട്രീം ബെഡ് വിഡ്ത്ത് എത്രയാണ്? 6 meter. 6 meter തന്നെ. സോ 6നേക്കാളും കുറവല്ലേ നമ്മൾ കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് ഓക്കെ. സോ ഇത്രയാണ് നോച്ച് പിയറിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. സോ നോച്ച് ഡിസൈൻ ചെയ്തു, അത് കഴിഞ്ഞ് നോച്ച് എവിടെയാ വെച്ചിരിക്കുന്നത്? നോച്ച് പിയറിലാണ്. അപ്പൊ നോച്ച് പിയർ ഡിസൈൻ ചെയ്തു. നോച്ച് പിയർ ഡിസൈൻ ചെയ്യുന്നത് ജസ്റ്റ് ഒന്നുമില്ല, ഡെപ്ത് വിഡ്ത്ത് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ഡെപ്ത് എന്ന് പറയുന്നത് ഫുൾ സപ്ലൈ ഡെപ്തിനോട് ഈക്വൽ ആണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് അതിന്റെ പകുതിയാണ്. ലെങ്ത് എന്ന് പറയുന്നത് ഫിക്സ് ചെയ്യുമ്പോൾ അപ്സ്ട്രീം ബെഡ് വിഡ്ത്തും ഡൗൺ സ്ട്രീം ബെഡ് വിഡ്ത്തും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്സ്ട്രീം ബെഡ് വിഡ്ത്തിൽ 7/8 ആണ് കൊടുക്കേണ്ടത്. പക്ഷേ ദർ ഈസ് എ കൺസ്ട്രെയിന്റ്. എന്താണ് ആ കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത്? ഒരിക്കലും ആ വാല്യൂ ഡൗൺ സ്ട്രീം ബെഡ് വിഡ്ത്തിനേക്കാളും കൂടാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരുന്നത് 5 ആണെന്ന് വിചാരിച്ചോ. ഡൗൺ സ്ട്രീം ബെഡ് വിഡ്ത്ത് 5 ആയിരുന്നു എന്ന് വിചാരിക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡൗൺ സ്ട്രീം ബെഡ് വിഡ്ത്ത് 5 ആണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ന്യൂസ്പിയറിന്റെ ലെങ്ത് എത്ര കൊടുക്കും? 7/8 ഓഫ് അപ്സ്ട്രീം ബെഡ് വിഡ്ത്ത് കിട്ടിയപ്പോൾ 5.25 എന്ന് തന്നെ കിട്ടി. പക്ഷേ ഡൗൺ സ്ട്രീം ബെഡ് വിഡ്ത്ത് നോക്കുമ്പോൾ 5 മീറ്റർ ആണ്. അപ്പൊ നിങ്ങൾ ലെങ്ത് ഓഫ് നോച്ച്പിയർ എത്ര കൊടുക്കും? ഫൈവ് 5.25 കൊടുക്കോ 5 കൊടുക്കോ? 5 വേണം കൊടുക്കാൻ വേണ്ടി. ഓക്കെ, നിങ്ങൾ 7/8 ഓഫ് അപ്സ്ട്രീം ബെഡ് വിഡ്ത്ത് ആദ്യം ചെയ്യുക. കിട്ടുന്ന ഉത്തരം ഡൗൺ സ്ട്രീം ബെഡ് വിഡ്ത്തുമായിട്ട് കമ്പയർ ചെയ്യുക. ഒരിക്കലും നമ്മളുടെ 7/8 ഓഫ് അപ്സ്ട്രീം ബെഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം ബെഡ് വിഡ്ത്തിനേക്കാളും കൂടാൻ പാടില്ല. ഇനി അഥവാ കൂടിയിട്ടുണ്ടെങ്കിൽ ഡൗൺ സ്ട്രീം ബെഡ് വിഡ്ത്ത് എത്രയാണോ അത്രയും ആയിരിക്കും നോച്ച് പിയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ നോച്ച് പിയറിന്റെ ഡിസൈൻ? ഓക്കെ ആണോ? ഓക്കെ. സോ നെക്സ്റ്റ് നമ്മൾ തേർഡ് വൺ എന്ന് പറയുന്നത് ഇനി നോച്ച് പിയർ എവിടെയാ വെക്കുന്നതെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ആദ്യം നോച്ച് ചെയ്തു. നോച്ച് എവിടെയാ വെക്കുന്നത്? നോച്ച് പിയറിലാണ്. നോച്ച് പിയർ എവിടെയാ വെക്കുന്നതെന്ന് നോക്കുക. സോ തേർഡ് സ്റ്റെപ്പ് ഏതായിരിക്കും? ഏതാ ഇനി ഡിസൈൻ ചെയ്യേണ്ടത്? നോച്ച് പിയർ കഴിഞ്ഞ നോച്ച് പിയർ എവിടെയാ കൊടുക്കുന്നത്? ഫിഗർ നോക്കുക. ഇവിടെ നോക്കിയ നോച്ച് പിയർ എന്തിന്റെ മണ്ടയിലാ കൊടുത്തേക്കുന്നത്? അതിന്റെ പേര് ഓർമ്മയില്ല. ഇതാണ് നോച്ച് പിയർ എന്ന് പറയുന്നത്. ഈ കാണുന്ന സാധനമാണ് നോച്ച് പിയർ. നോച്ച് പിയർ കൊടുത്തേക്കുന്ന എന്താ? ഈ സാധനത്തിന്റെ പേരെന്താ? ഓർമ്മയുണ്ടോ? ഇതിന്റെ പേരാണ് ബോഡി വോൾ. ബോഡി വോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ നോച്ച് ഡിസൈൻ ചെയ്തു, നോച്ച് പിയർ ഡിസൈൻ ചെയ്തു. ഇനി പഠിക്കുന്നത് ബോഡി വാൾ ആണ്. സോ ഇനി ബോഡി വാളിന് എന്തെല്ലാം ഡിസൈൻ ചെയ്യേണ്ടി വരും? അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബോഡി വാൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഡിസൈൻ ചെയ്യേണ്ടി വരും? ഡിസൈൻ ചെയ്യാന്ന് ഉദ്ദേശിച്ച ഡയമെൻഷൻസ് കണ്ടുപിടിക്കും. അപ്പൊ ഈ ബോഡി വാളിന്റെ എന്തൊക്കെ ഡയമെൻഷൻസ് വേണ്ടി വരും? ഇതിന്റെ സെക്ഷൻ ഏതാ? റെക്ടാങ്കിൾ ആണോ, സർക്കുലർ ആണോ, ട്രപ്പിസോയിഡ് ആണോ? എന്ത് സെക്ഷനാ ഇത്? ബോഡി വാള്
ട്രപ്പിസോയിഡ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഹൈറ്റ് വേണം, ബോട്ടം വിഡ്ത്ത് വേണം, ടോപ്പ് വിഡ്ത്ത് വേണം, പിന്നെ ഈ ലെങ്തും വേണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബോഡി വോൾ. ഓഫ് ഫിഗർ നോക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ എല്ലാ ഡയമെൻഷൻസും നമുക്ക് കണ്ടുപിടിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. സോ നെക്സ്റ്റ് ചെയ്യേണ്ടത് ബോഡി വോൾ ആണ്. അപ്പം ഈ ബോഡി വാളിന് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ടോപ്പ് വിഡ്ത്ത് ഉണ്ട്, ബോട്ടം വിഡ്ത്ത് ഉണ്ട്, ലെങ്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇനി ഈ ബോഡി വാളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാ? ബോഡി വാൾ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. സോ ബോഡി വാളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാ? ഇതാണ് ബോഡി വാളിന്റെ ലെങ്ത്. സോ ആ ഒരു ലെങ്ത് എന്തിനോട് ഈക്വലാ? നോച്ച് പിയറിന്റെ ലെങ്ത് ഓഫ് നോച്ച് പിയർ ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ബോഡി വാൾ ആണ് നെക്സ്റ്റ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. സോ ബോഡി വാൾ ആദ്യം തന്നെ ലെങ്ത് എഴുതുക. ലെങ്ത് വിൽ ബി ഈക്വൽ ടു ലെങ്ത് ഓഫ് ബോഡി വാൾ ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് നോച്ച് പിയർ. സോ നമ്മൾ എത്ര പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? 5.25 മീറ്റർ. സോ ബോഡി വാളിന്റെ ലെങ്ത് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്നാ വേണം? ടോപ്പ് വിഡ്ത്ത് വേണം. സോ അതിന്റെ സെക്ഷൻ ഞാനൊന്ന് വരയ്ക്കുകയാണ്. ഇങ്ങനെയായിരുന്നു ബോഡി വാൾ ഇരുന്നത്. ഇപ്പൊ ബോട്ടം വിഡ്ത്ത്, ഈ ബോഡി വാളിന്റെ മുകളിലാണ് എന്തിരിക്കുന്നത്? പിയർ ഇരിക്കുന്നത്. സോ ഈ ഒരു ഇങ്ങനെയാണ് അതിന്റെ ഒരു പൊസിഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പം ബോഡി വാൾ ആണ് ഡിസൈൻ ചെയ്യുന്നത്. സോ ബോഡി വാളിന്റെ ടോപ്പ് വിഡ്ത്ത്, ബോട്ടം വിഡ്ത്ത്, ഹൈറ്റ്. ഇനി ഇത് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ലെങ്ത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ബോഡി വാളിന്റെ ടോപ്പ് വിഡ്ത്ത് കണ്ടുപിടിക്കാം. ഈ ഒരു കാണുന്ന ഡയമെൻഷൻ ടോപ്പ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഈ ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ നോച്ച് പിയറിന്റെ വിഡ്ത്ത്, ഇതാണല്ലോ നോച്ച് പിയറിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഈ നോച്ച് പിയറിന്റെ വിഡ്ത്തിനോട് കൂടെ എന്തോ ഒന്ന് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും നോച്ച് പിയറിന്റെ വിഡ്ത്ത് ഉണ്ട്. പിന്നെ രണ്ട് സൈഡിലേക്കും കുറച്ച് പ്രൊജക്ഷൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. സോ നോച്ച് പിയറിന്റെ വിഡ്ത്ത് പ്ലസ് ആ പ്രൊജക്ഷന്റെ വാല്യൂ, എത്രയാണ് പ്രൊജക്ഷൻ കൊടുക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. സോ ആ പ്രൊജക്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 0.15 ആൻഡ് 0.3 നമുക്ക് എടുക്കാം. എന്തിന്റെ വാല്യൂ? ഈ പ്രൊജക്ഷന്റെ ടോട്ടൽ പ്രൊജക്ഷൻ, ഈ രണ്ട് സൈഡിലെയും കൂടെ പ്രൊജക്ഷൻ ആഡ് ചെയ്യുന്ന വാല്യൂ ഒരു അസംഷൻ പോലെ 0.15നും 0.3ക്കും ഇടയ്ക്ക് ഏത് വാല്യൂ വേണേലും എടുക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബോഡി വാളിന്റെ ടോപ്പ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വിഡ്ത്ത് ഓഫ് നോച്ച് പിയർ പ്ലസ് 0.15ഉം അതേപോലെ വിഡ്ത്ത് ഓഫ് നോച്ച് പിയർ പ്ലസ് 0.3യും കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഈ രണ്ട് വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ഇടയ്ക്ക് വരുന്ന ഏത് വാല്യൂ വേണമെങ്കിലും നിങ്ങൾക്ക് ബോഡി വാളിന്റെ ടോപ്പ് വിഡ്ത്ത് ആയിട്ട് എടുക്കാം. ഓക്കെ, 0.13ക്കും 0.3ക്കും ഇടയ്ക്കുള്ള എത്ര വാല്യൂ വേണേലും ഈ പ്രൊജക്ഷന്റെ ഇതായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. എന്താണെന്നേലും നോച്ച് പിയറിന്റെ വിഡ്ത്തിനേക്കാളും കൂടുതലായിരിക്കണം ബോഡി വാളിന്റെ ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വിഡ്ത്ത് ഓഫ് നോച്ച് പിയർ പ്ലസ് 0.15ഉം ചെയ്യും, വിഡ്ത്ത് ഓഫ് നോച്ച് പിയർ പ്ലസ് 0.3യും ചെയ്യും. എന്നിട്ട് കിട്ടുന്ന വാല്യൂ അതൊരു റേഞ്ച് ആണ്. ആ റേഞ്ചിനുള്ളിൽ ഏത് വാല്യൂ വേണേലും ടോപ്പ് വിഡ്ത്ത് ആയിട്ട് എടുക്കാം. ഓക്കെ,
സോ ഇപ്പൊ ചെയ്യുമ്പോൾ മനസ്സിലാവും. ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്കപ്പം എന്തെന്ന് എഴുതാം? നോച്ച് പിയറിന്റെ വിഡ്ത്ത്. നോച്ച് പിയറിന്റെ വിഡ്ത്ത് നമ്മൾ എത്ര എടുത്തേ? 0.75 പ്ലസ് 0.15. സോ നിങ്ങൾക്ക് നോച്ച് പിയറിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്ര കിട്ടും? 0.9 മീറ്ററിനും കിട്ടും. അതുപോലെ രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ 0.75 പ്ലസ് 0.3. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര വാല്യൂ കിട്ടും? 1.05 എന്നും കിട്ടും. ഓക്കെ, അപ്പം ഇതിൽ ഈ രണ്ട് വാല്യൂവിന് ഇടയ്ക്കുള്ള 0.9നും 1.05നും ബിറ്റ്വീൻ ആയിട്ടുള്ള ഏത് വാല്യൂ വേണേലും ടോപ്പ് വിഡ്ത്തിന് കൊടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഏതായിരിക്കും കൊടുക്കുക? 0.9നും 1.05നും ഇടയ്ക്ക് ഒരു ഓൾ നമ്പർ പ്രൊവൈഡ് ചെയ്തൂടെ നമുക്ക്? സോ ടോപ്പ് വിഡ്ത്ത് എത്ര പ്രൊവൈഡ് ചെയ്യുക? 1 മീറ്റർ ആയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ബോഡി വാളിന്റെ ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് നോച്ച് പിയറിന്റെ വിഡ്ത്തിനേക്കാളും കൂടുതലായിരിക്കണം. ആ ഒരു പ്ലസ് അഡീഷൻ ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നതിന്റെ റേഞ്ച് 0.15നും 0.3ക്കും ഇടയ്ക്കുള്ള ഏത് വാല്യൂ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. സോ നിങ്ങൾ ചെയ്യേണ്ടത് വിഡ്ത്ത് ഓഫ് നോച്ച് പിയർ പ്ലസ് 0.15ഉം ചെയ്യുക, വിഡ്ത്ത് ഓഫ് നോച്ച് പിയർ പ്ലസ് 0.3യും ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് രണ്ട് വാല്യൂസ് കിട്ടും. ആ രണ്ട് വാല്യൂവിന് ഇടയ്ക്കുള്ള ഏത് വാല്യൂ വേണേലും നിങ്ങൾക്ക് ടോപ്പ് വിഡ്ത്ത് ആയിട്ട് ഫിക്സ് ചെയ്യാം. ഓക്കെ, സോ പ്രൊവൈഡ് ടോപ്പ് വിഡ്ത്ത് ഈക്വൽ ടു 1 മീറ്റർ. ടോപ്പ് വിഡ്ത്ത് ഈക്വൽ ടു 1 മീറ്റർ ആയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ടോപ്പ് വിഡ്ത്ത് കിട്ടും. അത് മാർക്ക് ചെയ്യാം 1 മീറ്ററിന്. ഇനി നെക്സ്റ്റ് അപ്പൊ നമ്മൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തു, ടോപ്പ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് ബോട്ടം വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ലെങ്ത് ടോപ്പ് വിഡ്ത്ത് ഓക്കെ ആയി. ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് ബോട്ടം വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോറി, ബോട്ടം വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബോഡി വാളിന്റെ ഹൈറ്റിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഹൈറ്റ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഈ ഒരു ഡയമെൻഷൻ, ഈ ഡയമെൻഷൻ എത്രയാണെന്നുള്ളത്, ബോഡി വാളിന്റെ ഹൈറ്റ് ആണ് നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ടോപ്പ് വിഡ്ത്ത് ആയി, ബോട്ടം വിഡ്ത്ത് ആയി. നെക്സ്റ്റ് ഹൈറ്റ് ഓഫ് ബോഡി വാൾ. ഹൈറ്റ് ഈ ബോഡി വാളിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ബോഡി വാളിന്റെ പോർഷൻ ഇരിക്കുന്നത്. ഓക്കെ, ആ ഫിഗർ നോക്കുക. അതായത് സെക്ഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഹൈറ്റ് കാണണമെങ്കിൽ നിങ്ങൾക്ക് സെക്ഷനിലേക്ക് പോകേണ്ടി വരും. സോ സെക്ഷൻ എടുത്തു കഴിയുമ്പോൾ ഞാൻ ഈ വരച്ചിരിക്കുന്ന പോർഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ കാണുന്ന പോർഷൻ ആണ് ഞാൻ അവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് നോച്ച് പിയർ ഉണ്ട്, ബോഡി വാൾ ഉണ്ട്, പിന്നെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ സിസ്റ്റേൺ ഉണ്ട്. ഇതാണ് സിസ്റ്റേൺ എന്ന് പറയുന്നത്. സിസ്റ്റേൺ. ഓക്കെ, സിസ്റ്റേൺ കഴിഞ്ഞിട്ടാണ് ഡൗൺ സ്ട്രീം ബെഡ് ലെവലിലേക്ക് നമ്മൾ എത്തുന്നത്. ഇതാണ് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ. പിന്നെ ഇവിടെ അപ്സ്ട്രീം ബെഡ് ലെവലും ഉണ്ട്. ഓക്കെ, സോ നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് എന്താ? എവിടെയാണ് അപ്സ്ട്രീം ബെഡ് ലെവൽ എന്നുള്ളത് മാർക്ക് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ അപ്സ്ട്രീം ബെഡ് ലെവൽ. ഇത്രയും പോർഷനാണ്. ഇതിൽ താഴെ മണ്ണാണ്. ഇവിടെയും ഇതാണ് നിങ്ങളുടെ ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ എന്ന് പറയുന്നത്. സോ ഇത് ഡൗൺ സ്ട്രീം ബെഡ് ലെവല്. ഈ കാണുന്നത്
ഈ കാണുന്നത് അപ്സ്ട്രീം ബെഡ് ലെവല്. അപ്പൊ നമ്മളുടെ ഹൈറ്റ് ഇതാണ് എച്ച്. ഓക്കെ, ഇനി നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയാൻ പറ്റും എങ്ങനെ നമ്മള്, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്, അപ്സ്ട്രീം ബെഡ് ലെവലും ഡൗൺ സ്ട്രീം ബെഡ് ലെവലും യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും ഡ്രോപ്പിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക എന്ന് ആലോചിച്ച് നോക്കി. അപ്സ്ട്രീം ബെഡ് ലെവലും അറിയാം, ഡൗൺ സ്ട്രീം ബെഡ് ലെവലും അറിയാം. എങ്ങനെയാണ് നമ്മള് ഈ ഡ്രോപ്പിന്റെ ഹൈറ്റ്, ഈ ബോഡി വാളിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കും. ഹൈറ്റ് എന്ന് പറയുന്നത് എന്തോരം, ഇത്രയും ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ലെവലുണ്ട്, ഇവിടെ നമുക്ക് ഡൗൺ സ്ട്രീം ബെഡ് ലെവലുണ്ട്. അപ്പൊ എങ്ങനെ ഹൈറ്റ് കണ്ടുപിടിക്കും ആരേലും? റോൾ നമ്പർ വിളിക്കണോ? ശ്രീരാഗും ശ്വേതയും നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അനഘ? സ്വതിമ പറഞ്ഞു. സ്വതിമ പറഞ്ഞു, എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാൻ വെച്ച്? അപ്സ്ട്രീം ബെഡ് ലെവലിന് ഡൗൺ സ്ട്രീം ബെഡ് ലെവല് മൈനസ് ചെയ്തിട്ട് അതിന്റെ ആ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആ ഹൈറ്റ് ആഡ് ചെയ്ത് മിടുക്കി. അതെ, അത് തന്നെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അതായത് നമുക്ക് ഈ ഒരു പോർഷനില് ഈ കാണുന്നതാണ് സിസ്റ്റേൺ എന്ന് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സിസ്റ്റേൺ എന്ന് പറയുന്ന പോർഷൻ, അതായത് വാട്ടർ കുഷൻ ആണ്. ഇവിടെ വെള്ളം നിറഞ്ഞ് അടത്തിയേക്കുക, നമ്മളിങ്ങനെ വെള്ളം നിറച്ചിടും. സോ ഈ പോർഷനാണ് സിസ്റ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ സിസ്റ്റേണിന്റെ ഡെപ്ത് നമുക്ക് അറിയണം. എക്സ് അറിയാമെങ്കിൽ, ഒരു എക്സ് എന്ന് പറയുന്ന വാല്യൂ എന്ന് വിചാരിക്കുക. എക്സ് എന്ന് പറയുന്നത് സിസ്റ്റേണിന്റെ ഡെപ്ത് ആണ്. എക്സ് ഡെപ്ത് ഓഫ് സിസ്റ്റേൺ. സോ ആ എക്സും കൂടി അറിയാമെങ്കിൽ എച്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്സ്ട്രീം ബെഡ് ലെവൽ മൈനസ് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഡെപ്ത് കിട്ടും. സിസ്റ്റേണിന് മുകളിലുള്ള ആ ഒരു ഡെപ്ത് കിട്ടും. ഈ ഒരു ഡെപ്ത്, ആ ഡെപ്ത് എന്ന് പറയുന്നത് എന്താ? അപ്സ്ട്രീം ബെഡ് ലെവലിൽ നിന്ന് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതാണ് ആ ഡെപ്ത് എന്ന് പറയുന്നത്. ഇതാണ് അപ്സ്ട്രീം ബെഡ് ലെവല്, ഇത് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ. അത് രണ്ടുകൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഡെപ്ത് കിട്ടും. സോ അപ്സ്ട്രീം ബെഡ് ലെവൽ മൈനസ് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ പ്ലസ് എക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? എച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ ഇവിടെ എക്സ് എന്ന് മാർക്ക് ചെയ്യുക. എക്സ് മാർക്ക് ചെയ്യുക. ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് എക്സ് മാർക്ക് ചെയ്യുക. എക്സ് മാർക്ക് ചെയ്യുക. സോ അത് അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? അപ്സ്ട്രീം ബെഡ് ലെവൽ മൈനസ് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ പ്ലസ് എക്സ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും? ബോഡി വാളിന്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഹൈറ്റ് ഈക്വൽ ടു, ഹൈറ്റ് എഴുതുക. ഹൈറ്റ് ഈക്വൽ ടു അപ്സ്ട്രീം ബെഡ് ലെവൽ മൈനസ് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ പ്ലസ് എക്സ്. അപ്സ്ട്രീം ബെഡ് ലെവലും അറിയാം, ഡൗൺ സ്ട്രീം ബെഡ് ലെവലും അറിയാം. എന്താ അറിയത്തില്ലാത്ത? എക്സ് അറിയില്ല. അപ്പൊ എക്സ് ഇപ്പോഴേ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. സിസ്റ്റേണിന്റെ ഡെപ്ത് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. സോ സിസ്റ്റേണിന്റെ ഡെപ്തിന് ഒരു ഇക്വേഷൻ ഉണ്ട്. എക്സ് ഈക്വൽ, അതായത്
എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എക്സ് പ്ലസ് ഡി ഡി എക്സ് പ്ലസ് ഡി ഡി ഈക്വൽ ടു 0.9 du into root h dash. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ. എക്സ് പ്ലസ് ഡി ഡി ഈക്വൽ ടു 0.9 du root h dash. വേർ ഓരോ ടേംസും ഡി ഡി എന്ന് പറയുന്നത് ഡൗൺസ്ട്രീം വാട്ടർ ഡെപ്ത്, ഡി യു എന്ന് പറയുന്നത് അപ്സ്ട്രീം വാട്ടർ ഡെപ്ത്, പിന്നെന്താ എച്ച് ഡാഷ് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ഡ്രോപ്പ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഡെപ്ത്. ഹൈറ്റ് ഓഫ് ഡ്രോപ്പ് അല്ലെങ്കിൽ ഡ്രോപ്പിന്റെ ഡെപ്ത്, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യുക. എല്ലാം തന്നെ ബൈഹാർട്ട് ചെയ്യുന്നതാണ് ഇവിടെ. ഇതാണ് നിങ്ങളുടെ സിസ്റ്ററിന്റെ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. എക്സ് പ്ലസ് ഡി ഡി ഈക്വൽ ടു 0.9 du റൂട്ട് എച്ച് ഡാഷ് എന്ന് പറയുന്നത്. അതില് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ? എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡി ഡി എന്ന് പറയുന്നത് അപ്സ്ട്രീം വാട്ടർ ഡെപ്ത്, ഡി യു എന്ന് പറയുന്നത് ഡി ഡി എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം വാട്ടർ ഡെപ്ത്, ഡി യു എന്ന് പറയുന്നത് അപ്സ്ട്രീം വാട്ടർ ഡെപ്ത്, എച്ച് ഡാഷ് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ഡ്രോപ്പ്. ഇതിലെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഡി ഡി, ഡി യു, എച്ച് ഡാഷ്, ഇതെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഹൈറ്റ് ഓഫ് ഡ്രോപ്പ് അറിയോ? ഹൈറ്റ് ഓഫ് ഡ്രോപ്പും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് സെന്റൻസ് അതാണ്, ഡിസൈൻ എ കനാൽ ഡ്രോപ്പ് ഓഫ് 2 മീറ്റർ. അങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഡിസൈൻ എ കനാൽ ഡ്രോപ്പ് ഓഫ് 2 മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഡ്രോപ്പിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ഇനി അഥവാ അങ്ങനെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലായിരുന്നു എന്ന് വിചാരിച്ചു, ഡിസൈൻ എ കനാൽ ഡ്രോപ്പ് ഫോർ ദ ഫോളോയിങ് ഡേറ്റ എന്ന് പറഞ്ഞാണ് തന്നിരുന്നെങ്കിൽ എങ്ങനെ ഹൈറ്റ് ഓഫ് ഡ്രോപ്പ് കണ്ടുപിടിക്കും? ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഹൈറ്റ് ഓഫ് ഡ്രോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? ബെഡ് ലെവലിന്റെ ഡിഫറൻസ് എടുക്കും. സോ അപ്സ്ട്രീം ബെഡ് ലെവൽ മൈനസ് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഹൈറ്റ് ഓഫ് ഡ്രോപ്പ് കിട്ടും. ഓക്കെ, അല്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ കേസിൽ നമുക്ക് എച്ച് ഡാഷ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ഡ്രോപ്പ് എന്ന് പറയുന്നത് അതിനാണ് ഡിസൈഡ് എ കനാൽ ഡ്രോപ്പ് ഓഫ് 2 മീറ്റർ എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതിലെ എല്ലാ വാല്യൂസും നിങ്ങൾക്ക് അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് പ്ലസ് ഡി ഡി ഡൗൺ സ്ട്രീം വാട്ടർ ഡെപ്ത് എത്രയായിരുന്നു? 1.5 അല്ലേ? ഓക്കെ, എക്സ് പ്ലസ് 1.5 ഈക്വൽ ടു 0.9 ഇൻറ്റു ഡി യു. അപ്സ്ട്രീം വാട്ടർ ഡെപ്തും 1.5. ഈ ഫുൾ സപ്ലൈ ഡെപ്ത് തന്നെയാണ് കേട്ടോ ഈ അപ്സ്ട്രീം വാട്ടർ ഡെപ്ത് എന്നൊക്കെ പറയുന്നത്. ഇൻറ്റു റൂട്ട് ഓഫ് എച്ച് ഡാഷ് എന്ന് പറയുന്നത് 2. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? 0.409. 0.409 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു 0.409 മീറ്റർ. നമുക്കത് 0.41 ആയിട്ട് കൊടുക്കാം. 0.41 മീറ്ററിന് കൊടുക്കാം. ഇനി എച്ച് കാൽക്കുലേറ്റ് ചെയ്തൂടെ? ഹൈറ്റ്, നമ്മളുടെ ആവശ്യം ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഹൈറ്റ് ഓഫ് ബോഡി വാൾ. സോ ഹൈറ്റ് ഈക്വൽ ടു അപ്സ്ട്രീം ബെഡ് ലെവൽ മൈനസ് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ. അപ്സ്ട്രീം ബെഡ് ലെവൽ എത്രയാ?
10. Upstream bed 10. 10 minus downstream bed level 8. 8. 10 minus 8 plus 0.41. 2.4. 2.41. 2.41 മീറ്ററിന് കിട്ടും. സോ ഇതില് മാർക്ക് ചെയ്യാം 2.418. ഇപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? ടോപ്പ് വിഡ്ത്ത് ഫിക്സ് ചെയ്തു, ഹൈറ്റും ഫിക്സ് ചെയ്തു. ഇനി എന്ത് വേണം? ബോട്ടം വിഡ്ത്ത് വേണം. ഓക്കെ, ടോപ്പ് വിഡ്ത്തുമായി ഹൈറ്റുമായി ഇനി ബോട്ടം വിഡ്ത്ത് വേണം. ലെങ്ത് ഇപ്പൊ ലാസ്റ്റ് ബോഡി വാളിന്റെ ഡിസൈനിൽ ലെങ്ത് ഉണ്ട്, ടോപ്പ് വിഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. ലാസ്റ്റ് വൺ ബോട്ടം വിഡ്ത്ത്. ബോട്ടം വിഡ്ത്തിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ക്യാപിറ്റൽ എച്ച് പ്ലസ് ഡി ഡിവൈഡഡ് ബൈ റൂട്ട് റോ. ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ. ബോട്ടം വിഡ്ത്തിന്റെ ഇക്വേഷൻ ആണ്. അതിന്റെ ഓരോ ടേംസും എന്താന്നുള്ളത് അറിയണം. എച്ച്, ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ച് ആണ് നിങ്ങളുടെ ഹൈറ്റ് ഓഫ് ബോഡി വാൾ. ഹൈറ്റ് ഓഫ് ബോഡി വാൾ. ഡി എന്ന് പറയുന്നതാണ് ഡെപ്ത് ഓഫ് വാട്ടർ. ഡെപ്ത് ഓഫ് വാട്ടർ ത്രൂ ദ നോച്ച്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അപ്സ്ട്രീം വാട്ടർ ഡെപ്ത് തന്നെ. നോച്ചിൽ കൂടെ പോകുന്ന വാട്ടറിന്റെ ഡെപ്ത് എത്രയാ? അപ്സ്ട്രീം വാട്ടർ ഡെപ്ത്. എച്ച്, ഡി, പിന്നെന്താ വേണ്ടേ? റോയും കൂടെ വേണം. റോ എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ മെറ്റീരിയൽ. മെറ്റീരിയൽ ഫോർ ബോഡി വാൾ. ബോഡി വാളിന് നമ്മൾ ഏത് മെറ്റീരിയൽ ആണോ യൂസ് ചെയ്തേക്കുന്നത് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് റോ എന്ന് പറയുന്നത്. നമ്മൾ ബോഡി വാളിന് യൂസ് ചെയ്യുന്നത് മേസണറി ആണ്. സോ മേസണറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 2.25 ആണ്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എല്ലാ വാല്യൂസും നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എച്ച് എന്ന് പറയുന്നത് 2.41 പ്ലസ് ഡി എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് വാട്ടർ ത്രൂ ദ നോച്ച് അല്ലെങ്കിൽ അപ്സ്ട്രീം വാട്ടർ ഡെപ്ത്, അത് 1.5 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2.25 ചെയ്യുമ്പോൾ ബോട്ടം വിഡ്ത്തും കിട്ടും. എത്രയാ കിട്ടുന്നത് വാല്യൂ?
2.606. ഓക്കെ 2.661 എന്ന് കൊടുക്കുക. ഓക്കെ, സോ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. ഇപ്പൊ ബോഡി വാള് ഡിസൈൻ ചെയ്തു അല്ലെ. ബോഡി വാള് നോക്കിയേ 2.6 എന്ന് നോക്കിയേ. ബോഡി വാളിന്റെ ഡയമെൻഷൻസ് ഏതൊക്കെയാ? ടോപ്പ് വിഡ്ത്തായി, ബോട്ടം വിഡ്ത്തായി, ഹൈറ്റ് ആയി. എങ്ങനെയാണ് ഓരോന്നും ഡിസൈൻ ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പൊ നമുക്ക് ലെങ്ത് എന്ന് പറയുന്നത് നോച്ച് പിയറിനോട് ഈക്വൽ ആണ്. വിഡ്ത്ത് ഫിക്സ് ചെയ്യുന്നത് 2 വാല്യൂസ് കണ്ടുപിടിക്കുക. 2 വാല്യൂസിന്റെ മിഡിലുള്ള ഒരെണ്ണമാണ് നമ്മൾ വിഡ്ത്തായിട്ട് ടോപ്പ് വിഡ്ത്തായിട്ട് കൊടുക്കുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് അപ്സ്ട്രീം ബെഡ് ലെവൽ മൈനസ് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ പ്ലസ് എക്സ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഹൈറ്റ് കണ്ടുപിടിക്കും. ഹൈറ്റ് കണ്ടുപിടിക്കാൻ നേരം എന്ത് വേണം? സിസ്റ്റേണിന്റെ ഡെപ്ത് വേണം. സിസ്റ്റേണിന്റെ ഡെപ്തിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. പിന്നെ അവസാനം ബോട്ടം എടുത്തും കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇത്രയുമാണ് എന്ത് ബോഡി വാൾ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ബോഡി വാൾ കഴിഞ്ഞ് നേരെ ഉടനെ എങ്ങനെ വരുന്നത്? ഇങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. നമ്മളുടെ നോച്ച് എന്ന് പറയുന്നത് നോച്ച് പിയറേ ഇരിക്കുന്നു. പിന്നെ നോച്ച് പിയർ ഇതിന്റെ മണ്ടയിലാ വെക്കുന്നത്? ബോഡി വാളിന്റെ. സോ ബോഡി വാൾ കഴിഞ്ഞ് അതിന്റെ തൊട്ടടുത്തുള്ളത് എന്താ? സിസ്റ്റേൺ ആണ്. അപ്പൊ 4ാമത്തെ സ്റ്റെപ്പ് സിസ്റ്റേൺ. സോ സിസ്റ്റേണിന് ഏതൊക്കെ ഡയമെൻഷൻസ് ഉണ്ടാവും? സിസ്റ്റേൺ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഡെപ്ത് ഉണ്ട്, ഈ ഒരു ലെങ്ത് ഉണ്ട്. ഓക്കെ, ഈ ഡയമെൻഷനെ നമ്മൾ ലെങ്ത് എന്നാണ്, സിസ്റ്റേണിന്റെ ലെങ്ത് ആണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് സിസ്റ്റേണിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. സോ ഈ 2 ഡയമെൻഷനും ചെയ്യണം. ഇതിന് അപ്പുറത്തേക്ക് വേറൊരു ഡയമെൻഷനും കൂടി ഉണ്ട്. അതായത് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ഡയമെൻഷൻ അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് സിസ്റ്റേൺ എന്ന് പറയും. ആ വിഡ്ത്ത് ഓഫ് സിസ്റ്റേൺ എന്തിനോട് ഈക്വലാ? പിയറിന്റെ അല്ലെങ്കിൽ ബോഡി വാളിന്റെ ലെങ്തിനോട് ഈക്വൽ ആണ് മറ്റേ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അത് പിന്നെയും ചെയ്യേണ്ട കാര്യമില്ല. സിസ്റ്റേണിന്റെ കേസ് പറയുമ്പോൾ അല്ലെങ്കിൽ ഒന്നുകൂടെ വേണം എഴുതി വെച്ചോ. വിഡ്ത്ത് ഓഫ് സിസ്റ്റേൺ ഈക്വൽ ടു ലെങ്ത് ഓഫ് ബോഡി വാൾ ആണ്. ബോഡി വാളിന്റെ ലെങ്ത് തന്നെയാണ് നോച്ച് പിയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് ഏതാ? ശരിക്കും മെയിൻ ആയിട്ട് വരുന്നത് ഡെപ്ത് ഓഫ് സിസ്റ്റേണും ലെങ്ത് ഓഫ് സിസ്റ്റേണും. ഡെപ്ത് ഓഫ് സിസ്റ്റേൺ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ. ഡെപ്ത് ഓഫ് സിസ്റ്റേൺ എത്രയായിരുന്നു? ഡെപ്ത് സിസ്റ്റേണിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് അല്ലെ എക്സ്. ഡെപ്ത് ഓഫ് സിസ്റ്റേൺ ഈക്വൽ ടു എക്സ്. അതെന്തിനാ നേരത്തെ കണ്ടുപിടിച്ചത്? നമുക്ക് ബോഡി വാളിന്റെ ഹൈറ്റ് അറിയണമെങ്കിൽ സിസ്റ്റേണിന്റെ ഡെപ്ത് അറിയണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ദെർഫോർ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.41. എക്സ് എന്ന് പറയുന്നത് 0.41 മീറ്റർ. ഇനി ഡെപ്ത് ഓഫ് സിസ്റ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് സിസ്റ്റേൺ കണ്ടുപിടിക്കും. ലെങ്ത് ഓഫ് സിസ്റ്റേൺ ലെങ്ത് ഓഫ് സിസ്റ്റേൺ എന്ന് പറയുന്നത് അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഈക്വൽ ടു 1.5 പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് DU H ഡാഷ്. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിലെ എല്ലാ വാല്യൂസും നിങ്ങൾക്ക് അറിഞ്ഞൂടെ? DU എന്ന് പറയുന്നത് എന്താ? DU ഇത് പറഞ്ഞില്ലായിരുന്നോ? DU എന്ന് പറയുന്നത് എന്താ? അപ്സ്ട്രീം വാട്ടർ ഡെപ്ത്. H ഡാഷ് എന്ന് പറയുന്നത് എന്താ? ഹൈറ്റ് ഓഫ് ഡ്രോപ്പ്. സോ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എല്ലാ വാല്യൂസും അറിയാം. സോ ലെങ്ത് ഓഫ് സിസ്റ്റേണും കാൽക്കുലേറ്റ് ചെയ്യാം.
പറയോ വാല്യൂ എത്രയാണ്? 4.96. 4.96. അപ്പൊ 5 എന്ന് എടുക്കണേ. 1.5 പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് ഡി യു 1.5 ഇൻറ്റു എച്ച് ഡാഷ് എന്ന് പറയുന്നത് 2 ഈക്വൽ ടു 4.96. അപ്പൊ നമുക്ക് 5 മീറ്ററിന് എടുക്കാം. സോ ഈ ഫിഗറിലെല്ലാം മാർക്ക് ചെയ്ത് പോണേ. ഇപ്പൊ സിസ്റ്ററിന്റെ ഡയമെൻഷൻസ് രണ്ടുമായി. .41 മീറ്ററും സിസ്റ്ററിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 മീറ്റർ. ഓക്കെ. സോ സിസ്റ്റം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയാണ് ഫൗണ്ടേഷനിലേക്ക് പോകുന്നത്. നമുക്ക് ഇവിടെ ഒരു ഫൗണ്ടേഷൻ കൊടുക്കണം ഇത്രയും പോർഷനിൽ. ഓക്കെ, ഫൗണ്ടേഷൻ ആണ് ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ 5th സ്റ്റെപ്പ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആ ഫിഗർ ഒന്ന് ജസ്റ്റ് വരച്ചു വെക്കണം. കാരണം ഫൗണ്ടേഷന്റെ തിക്നെസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് കണ്ടുപിടിക്കുന്നത്. എത്രയാണ് ഫൗണ്ടേഷന് തിക്നെസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ആ തിക്നെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ബ്ലൈക്സ് തിയറി ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഞാൻ അന്നേ പറഞ്ഞായിരുന്നു ബ്ലൈക്സ് തിയറിയും കോസ്റ്റ്ലെസ് തിയറിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ത് സ്ട്രക്ചർ ആണെങ്കിലും അതിന്റെ ഫൗണ്ടേഷനും അതിന്റെ തിക്നെസ്സും കാൽക്കുലേറ്റ് ചെയ്യാൻ ബ്ലൈക്സ് തിയറിയുടെ തിക്നെസിന്റെ ഇക്വേഷൻ വേണം. T is equal to 4/3 h by g minus 1. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്നത്. സോ അതിൽ നമുക്ക് ഈ എച്ച് എന്ന് പറയുന്നത് എന്താ? ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈനിലേക്കുള്ള ഓർഡിനേറ്റ് ആണ് എച്ച്, അല്ലെങ്കിൽ റെസിഡ്യുവൽ ഹെഡ് ആണ് എച്ച് എന്ന് പറയുന്നത്. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു ഫിഗർ വരച്ചു വെക്കുക. അതായത് ആ ഫൗണ്ടേഷൻ വരുന്ന പോർഷന്റെ ഫിഗർ വരച്ചു വെക്കണം. സോ എൻ്റെ കൂടെ വരച്ചു പോണേ. സോ ഇതാണ് നിങ്ങളുടെ ബോഡി വാളിന്റെ പോർഷൻ. നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുന്നത് ഈ ഒരു റീജിയനിലായിരിക്കും. ഇങ്ങനെയാണ് ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. ഓക്കെ. ഫൗണ്ടേഷന്റെ ലെങ്ത് എന്ന് പറയുന്നത് ആദ്യം തന്നെ എല്ലാ ഡയമെൻഷൻസും മാർക്ക് ചെയ്യുക.
ഓക്കെ. സോ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അസ്യൂം ചെയ്യുന്നുണ്ട്. കുറച്ച് അധികം കാര്യങ്ങൾ അസ്യൂം ചെയ്യണം. ഒന്നാമത്തത്, ഈ ഒരു പ്രൊജക്ഷൻ കണ്ടോ, ഫൗണ്ടേഷന്റെ ബോഡി വാളിൽ നിന്ന് കുറച്ച് പ്രൊജക്ട് ചെയ്തിട്ട് വേണം ഫൗണ്ടേഷൻ കൊടുക്കാൻ വേണ്ടി. എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോ ഒരു വീടിന്റെ കാര്യം എടുത്താലും ഫൗണ്ടേഷൻ കൊടുക്കുന്ന ബേസ്മെന്റിനേക്കാളും വാളിൽ നിന്ന് കുറച്ച് തള്ളിയല്ല നിൽക്കുന്നത്. സോ അതുപോലെ ഇവിടെ ഒരു പ്രൊജക്ഷൻ കൊടുക്കണം. അത് എപ്പോഴും 0.3 ആ വാല്യൂ എന്ന് പറയുന്നത് 0.3 ആയിരിക്കും എപ്പോഴും. ഓക്കെ, ഒരു പ്രൊജക്ഷൻ കൊടുക്കണം, അത് 0.3. പിന്നെ രണ്ടാമത് അസ്യൂം ചെയ്യേണ്ടതാണ് ഫൗണ്ടേഷന്റെ തിക്നെസ് 1 മീറ്റർ. 3 അസംഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്നാമത്തത് ഈ പ്രൊജക്ഷൻ 0.3. രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ഫൗണ്ടേഷന്റെ തിക്നെസ്, അത് 1 മീറ്റർ. ഇനി മൂന്നാമത്തത്, ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എങ്കിൽ മാത്രം ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് 1/4 ആയിട്ട് അസ്യൂം ചെയ്യും. ഓക്കെ, സോ അസ്യൂം ചെയ്ത കാര്യങ്ങൾ ആദ്യം തന്നെ എഴുതും. അസ്യൂം hydraulic gradient as 1/4. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലാത്തത് കൊണ്ടാണ്. തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ വാല്യൂ വേണം എടുക്കാൻ വേണ്ടി. സോ അസ്യൂം ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് as 1/4. projection of foundation from body wall as 0.3 and thickness of foundation as 1 meter. സോ ഈ കാര്യങ്ങൾ അസ്യൂം ചെയ്യാം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഒരു അസംഷന്റെ ബേസിസിൽ. ഇവിടെ നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് ഫൗണ്ടേഷന്റെ തിക്നെസ് കണ്ടുപിടിക്കാനാണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ഓട്ടോമാറ്റിക്കലി കിട്ടും. കാരണം ഇത് 0.3 ആണ്. പിന്നെ ഈ കാണുന്ന ഡയമെൻഷൻ എന്താ, ബോട്ടം വിഡ്ത്ത് ഓഫ് ബോഡി വാൾ ആണ് ആ കാണുന്നത്. ബോട്ടം വിഡ്ത്ത് ഓഫ് ബോഡി വാൾ അത് എത്രയാ നമ്മൾ കൊടുത്തിരിക്കുന്നത്, 2.61 മീറ്റർ. പിന്നെ ബാക്കി ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതോ സിസ്റ്റേന്റെ ലെങ്ത് ആണ്. സിസ്റ്റേന്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 മീറ്റർ. സോ ഫൗണ്ടേഷന്റെ ലെങ്ത് നമുക്കറിയാം. ഇനി എന്തും കൂടെ വേണം, തിക്നെസ് വേണം. പക്ഷെ തിക്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഈ തിക്നെസ് അങ്ങ് അസ്യൂം ചെയ്യും. 1 മീറ്റർ ആയിട്ട് അസ്യൂം ചെയ്യും. ഇത്രയും പോർഷനിലാണ് വാട്ടർ കിടക്കുന്നത്. ഓക്കെ, ഇതൊക്കെ വാട്ടർ ആണ്. വാട്ടറിന്റെ പോർഷനാണ് ഈ കാണുന്നത്. നോച്ച് പിയറിന്റെ ഹൈറ്റ് എത്രയാണോ അതിന്റെ ലെവൽ വെച്ചിട്ടാണ് വാട്ടർ ഉള്ളത്. അതിന് താഴേക്ക് മണ്ണാണ്. ഓക്കെ, ഈ താഴെ കാണുന്നത് മണ്ണാണ്. സോ അതിന്റെ ഈ ഒരു ഹൈറ്റ് എത്രയായിരുന്നു, ബോഡി വാളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2.41 മീറ്റർ. സോ എല്ലാ ഡയമെൻഷനിങ്ങും ചെയ്തു. ഈ ഫിഗർ വരയ്ക്കാതെ നമുക്ക് ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇവിടെ ഫൗണ്ടേഷന്റെ തിക്നെസ് 1 മീറ്റർ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. സോ 1 മീറ്റർ പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ ചുമ്മാ അങ്ങ് എടുത്തതാ 1 മീറ്റർ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ചുമ്മാ എടുക്കാൻ പറ്റുമോ? ചുമ്മാ എടുക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി ഈ 1 മീറ്റർ കൊടുത്താൽ മതിയോ എന്ന് ചെക്ക് ചെയ്യുന്നത് 2 കണ്ടീഷൻ വെച്ചിട്ടാണ്. സോ നമ്മൾ ആദ്യം തന്നെ ഈ തിക്നെസ്സും 1 മീറ്റർ ആയിട്ട് അസ്യൂം ചെയ്യുക. എന്നിട്ട് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. ഒന്നാമത്തത്, ബ്ലൈക്സ് തിയറി പറയുന്ന ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അത് കൂടാതെ ഫൗണ്ടേഷന് ഒരു മിനിമം തിക്നെസ് കൊടുക്കണമെന്ന് കോഡൽ പ്രൊവിഷനും ഉണ്ട്. സോ 2 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഒന്നാമത്തത്, ബ്ലൈക്സ് തിയറി വെച്ചിട്ട് മിനിമം എത്ര തിക്നെസ് കൊടുക്കണം എന്നുള്ളത് ബ്ലൈക്സ് തിയറി പറയുന്നുണ്ട്. ആ തിക്നെസ്സിനേക്കാളും കൂടുതലാണോ ഈ 1 മീറ്റർ എന്ന് നോക്കുക. രണ്ടാമത്തത്, കോഡൽ പ്രൊവിഷൻ പറയുന്നുണ്ട് ഒരു മിനിമം തിക്നെസ് പ്രൊവൈഡ് ചെയ്യണം എന്ന്. സോ ആ തിക്നെസ്സിനേക്കാളും കൂടുതലാണോ ഈ 1 മീറ്റർ എന്ന് നോക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ പ്രൊസീജിയർ. തിക്നെസ് ആദ്യം തന്നെ അസ്യൂം ചെയ്യുക 1 മീറ്റർ എന്ന് പറഞ്ഞിട്ട്, അതിനുശേഷം 2 ചെക്കുകൾ ചെയ്യുക. ബ്ലൈക്സ് തിയറിയുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നും,
അതായത് ബ്ലൈക്സ് തിയറി വെച്ചിട്ടും തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യുക, ഈ കോഡൽ പ്രൊവിഷൻ വെച്ചിട്ടും തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ കിട്ടുന്ന 2 വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കണം ഈ 1 മീറ്റർ. ഓക്കെ, അല്ലെങ്കിൽ 1 മീറ്ററിനേക്കാളും കുറവായിരിക്കണം ബ്ലൈക്സ് തിയറി വെച്ചിട്ട് കിട്ടുന്ന തിക്നെസിന്റെ വാല്യൂ, കോഡൽ പ്രൊവിഷൻ വെച്ച് കിട്ടുന്ന തിക്നെസിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്ത അസംഷൻ കറക്റ്റ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, സോ ഇതാണ് ആ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കാര്യം ക്ലിയർ ആണോ? എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് മനസ്സിലായോ? തിക്നെസ് ജസ്റ്റ് അസ്യൂം ചെയ്തു, എന്നിട്ട് ബ്ലൈക്സ് തിയറി വെച്ചിട്ട് തിക്നെസ് കണ്ടുപിടിക്കുക, കോഡൽ പ്രൊവിഷൻ വെച്ചിട്ട് തിക്നെസ് കണ്ടുപിടിക്കുക. ആ 2 വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്തതിനേക്കാളും കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അസംഷൻ ശരിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ബ്ലൈക്സ് തിയറി വെച്ചിട്ടാണ്. സോ ഫസ്റ്റ് വൺ ചെക്ക്, ആദ്യത്തെ ചെക്കാണ് ബ്ലൈക്സ് തിയറിയുടെ ചെക്ക്. ബ്ലൈക്സ് തിയറി പറയുന്നത് എത്രയാ? തിക്നെസ്, എത്ര തിക്നെസ് എങ്കിലും മിനിമം കൊടുക്കാന്ന ബ്ലൈക്സ് തിയറി പറയുന്നത് T ഈക്വൽ ടു 4/3 h/g-1. ഈ ഒരു തിക്നെസ് എങ്കിലും മിനിമം പ്രൊവൈഡ് ചെയ്യണമെന്നാണ് ബ്ലൈക്സ് പറയുന്നത്. അപ്ലിഫ്റ്റ് പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു മിനിമം തിക്നെസ് 4/3 h/g-1 കൊടുക്കണം എന്നാണ് ബ്ലൈക്സ് പറഞ്ഞത്. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് h എന്തായിരുന്നു? h എന്ന് പറയുന്നത് എന്താ? h എന്ന് പറയുന്നതാണ് റെസിഡ്യുവൽ ഹെഡ്. h എന്ന് പറയുന്നതാണ് റെസിഡ്യുവൽ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റെസിഡ്യുവൽ ഹെഡ് ആണ് h എന്ന് പറയുന്നത്. ഇനി h എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? റെസിഡ്യുവൽ ഹെഡിന്റെ ഇക്വേഷൻ എന്താ? ടോട്ടൽ ഹെഡ് ലോസ് മൈനസ് റെസിഡ്യുവൽ ഹെഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഏത് പോയിന്റിലെ തിക്നെസ് ആണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആ പോയിന്റിലെ റെസിഡ്യുവൽ ഹെഡ് ആണ് h എന്ന് പറയുന്നത്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ ഹെഡ് ലോസിൽ നിന്ന് ഹെഡ് ലോസ് അപ് ടു ദാറ്റ് പോയിന്റ് കണ്ടുപിടിക്കണം. സോ നമ്മള് ഒരു തിക്നെസ് കണ്ടുപിടിക്കുമ്പോൾ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പോയിന്റ് ഏതായിട്ടായിരിക്കുന്നത്? തിക്നെസ് എപ്പോഴും കണ്ടുപിടിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവിടുത്തെ തിക്നെസ് ആണ്, അല്ലെ ഏത് പോയിന്റ് ആണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പോയിന്റ്. ഞാൻ ഇവിടെ കുറച്ച് പൊസിഷൻസ് മാർക്ക് ചെയ്യാം, അതിലേതാണ് നിങ്ങൾ പറയണേ. 1 2 3 4 5. ഇതിൽ ഏത് പോയിന്റ് ആണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പോയിന്റ്? നിങ്ങൾ ഇപ്പൊ തിക്നെസ് കണ്ടുപിടിക്കുകയാണ്, ഏത് പോയിന്റിലെ തിക്നെസ് കണ്ടുപിടിക്കും? 4 എന്ന് പറയുന്നതാണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. അതിനുള്ള കാരണമൊക്കെ അന്ന് പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു പോയിന്റ് ആണ് നിങ്ങളുടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പോയിന്റ്. അതിനെ ഞാൻ സി എന്നോ എന്തായാലും ജസ്റ്റ് മാർക്ക് ചെയ്യാം, സി. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സിയിലെ തിക്നെസ് കണ്ടുപിടിച്ചിട്ട് ആ തിക്നെസ് ത്രൂ ഔട്ട് ദ ഫൗണ്ടേഷനിൽ കൊടുക്കുകയാണ്. കാരണം 2 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ സൈഡ് പറയുമ്പോഴത്തേക്കും അവിടെ വാട്ടർ ഉള്ളത് കൊണ്ട് അപ്ലിഫ്റ്റ് പ്രഷറിന്റെ വാട്ടറിന്റെ വെയിറ്റും കൂടെ റെസിസ്റ്റ് ചെയ്തോളും. പിന്നെ ഈ സൈഡിലോട്ട് പോകും തോറും ആ ഒരു പ്രഷർ കുറഞ്ഞു കുറഞ്ഞാ വരുന്നത്. അതൊക്കെ കൊണ്ടാണ് സി എന്ന് പറയുന്ന പോയിന്റ് ക്രിട്ടിക്കൽ ആയിട്ട് എടുക്കുന്നത്. സോ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സി എന്ന് പറയുന്ന പോയിന്റിലെ തിക്നെസ് എത്രയാണ് വേണ്ടതെന്ന് കണ്ടുപിടിക്കും. സോ എച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റെസിഡ്യുവൽ ഹെഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇവിടുത്തെ പോയിന്റ് ഏതാ? സി എന്ന് പറയുന്ന പോയിന്റിലെ റെസിഡ്യുവൽ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ ഹെഡ് ലോസ്
മൈനസ് ഹെഡ് ലോസ് അപ് ടു ദാറ്റ് പോയിന്റ്. ഓക്കെ, ടോട്ടൽ ഹെഡ് ലോസിൽ നിന്ന് സി വരെയുള്ള ഹെഡ് ലോസ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമുക്ക് ഇവിടെ എന്തൊക്കെ വേണം? ക്യാപിറ്റൽ എച്ച്. എച്ച് എൽ എങ്ങനെയാ? ഹെഡ് ലോസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. ടോട്ടൽ ഹെഡ് ലോസ് എങ്ങനെയാ? അപ്സ്ട്രീം എഫ് എസ് എൽ മൈനസ് ഡൗൺ സ്ട്രീം എഫ് എസ് എൽ ആണ് ടോട്ടൽ ഹെഡ് ലോസ് എന്ന് പറയുന്നത്. സോ ആ വാല്യൂ എത്ര കിട്ടും? അപ്സ്ട്രീം എഫ് എസ് എൽ മൈനസ് ഡൗൺ സ്ട്രീം എഫ് എസ് എൽ 11.5 മൈനസ് 9.5 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 മീറ്റർ കിട്ടും. 2 മീറ്റർ കിട്ടും. ഇനി നമുക്ക് എന്ത് വേണം? ഹെഡ് ലോസ് അപ് ടു ദാറ്റ് പോയിന്റ്, അതായത് സി വരെ വാട്ടർ സീപ്പ് ചെയ്തപ്പം ഉണ്ടായ ഹെഡ് ലോസ്. അതെങ്ങനെയാ കണ്ടുപിടിക്കേണ്ടതെന്ന് വല്ല ഓർമ്മയുണ്ടോ? സോ നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു വാല്യൂ ആണ്, ഹെഡ് ലോസ് അപ് ടു സി. ലോസ് ഓഫ് ഹെഡ് അപ് ടു സി. എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഇൻറ്റു ക്രീപ്പ് ലെങ്ത് അപ് ടു സി. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാ. ലോസ് ഓഫ് ഹെഡ് അപ് ടു സി എന്ന് പറയുന്നത്, സി വരെയുള്ള ഹെഡ് ലോസ് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഇൻറ്റു ക്രീപ്പ് ലെങ്ത് അപ് ടു സി ആണ്. നമ്മൾ ഇവിടെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എത്രയായിട്ടാണ് എടുത്തിരിക്കുന്നത്? ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എത്രയാണ് നമ്മളുടെ? അസ്യൂം ചെയ്തിട്ടില്ലേ? 1/4. 1/4 ഇൻറ്റു ക്രീപ്പ് ലെങ്ത് അപ് ടു സി. ഇത് നിങ്ങൾ എനിക്ക് പറഞ്ഞു. ക്രീപ്പ് ലെങ്ത് അപ് ടു സി, ഇവിടെയാണ് വാട്ടർ ക്രീപ്പ് ചെയ്ത് സി വരെയുള്ള ആ ലെങ്ത് എത്രയാണെന്നുള്ളത് പറഞ്ഞ. ടോട്ടൽ ക്രീപ്പ് ലെങ്ത് അല്ല, സോറി, ക്രീപ്പ് ലെങ്ത് അപ് ടു സി, സി വരെ വാട്ടർ ക്രീപ്പ് ചെയ്യുന്ന ലെങ്ത് എത്രയാണ്? Two into 1 plus 1. 2 into 1 അല്ല, സി വരെ വാട്ടർ എന്തോരം ക്രീപ്പ് ചെയ്യുന്നുണ്ട്? 2.91 ആണ്. അതെങ്ങനെയാ കിട്ടിയേ? 0.3 plus 2.61. ആ, ഓക്കെ, ഏകദേശം അടുത്തെത്തി, പക്ഷെ അതല്ല ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾ ഓർക്കുക, വെള്ളം എത്ര പോർഷനിലൂടെ ക്രീപ്പ് ചെയ്യുന്നുണ്ട്? വെള്ളം എവിടെയാ കിടക്കുന്നതെന്ന് നോക്കി. വാട്ടർ എവിടെയാ കിടക്കുന്നത്? വാട്ടറിന്റെ താഴെ സോയിൽ ഉണ്ടോ? സോയിൽ ഉണ്ടെങ്കിൽ ആ ലെങ്ത് ഒക്കെ ക്രീപ്പ് ചെയ്യണ്ടേ? വെള്ളം എവിടെയാ കിടക്കുന്നത്? സി എന്ന് പറയുന്ന പോയിന്റിൽ എത്തണമെങ്കിൽ വെള്ളം എവിടുന്ന് ട്രാവൽ ചെയ്യണം? അപ്സ്ട്രീം ബെഡ് തൊട്ട് ഈ അപ്സ്ട്രീം ബെഡ് തൊട്ട് ഇപ്പൊ ഒരു പോയിന്റ് ഇവിടെ ഒരു വെള്ളം കിടക്കുകയാണെങ്കിൽ ഇതാണ് ആ വാട്ടർ പാർട്ടിക്കിൾ എങ്കിൽ ആ വാട്ടർ പാർട്ടിക്കിൾ എന്തോരം ട്രാവൽ ചെയ്യണം? ഇവിടുന്ന് ട്രാവൽ ചെയ്ത് നേരെ ഫൗണ്ടേഷന്റെ ബോട്ടത്തിലെത്തി പിന്നെ ഹൊറിസോണ്ടൽ ആയിട്ടും ട്രാവൽ ചെയ്യണം. ഇനി പറയൂ എത്രയാണ് ക്രീപ്പ് ലെങ്ത്? 6.32. പ്ലസ് ചെയ്ത് പറയോ? 2.41 plus 1 plus 0.3 plus 2.61. ഇതൊക്കെ ഓക്കെ, അതായിരിക്കും ക്രീപ്പ് ലെങ്ത് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ കേസിൽ വെള്ളം ഈ ഒരു പോർഷനിലാണ് കിടക്കുന്നത്, ഇവിടെയാണ് വാട്ടർ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ വാട്ടറിന്റെ ബോട്ടത്തിൽ നിന്ന് ഇവിടുന്ന് വാട്ടർ ട്രാവൽ ചെയ്ത് ക്രീപ്പ് ചെയ്ത് ഇങ്ങനെ ട്രാവൽ ചെയ്ത് സി വരെ എത്തുന്നു. ഇപ്പൊ എത്രയാ ലെങ്ത്? 2.41 പ്ലസ് 1 പ്ലസ് 0.3 പ്ലസ് 2.61. ഇതായിരിക്കും സി വരെയുള്ള ക്രീപ്പ് ലെങ്ത് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെള്ളമല്ല, ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചോ. ഈ ഒരു പോർഷനിൽ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ 1 പ്ലസ് 0.3 പ്ലസ് 2.61 എന്ന് എടുത്താൽ മതി. പക്ഷെ നമ്മളുടെ കേസിൽ നോച്ച് പിയറിന്റെ താഴെ ഉള്ള ബോഡി വാൾ എന്ന് പറയുന്നത്
സോയിലിനെ ഒബ്സ്ട്രക്ട് ചെയ്താണ് വെച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ എല്ലാം സോയിലാ, ഈ കാണുന്ന പോർഷൻ ഒക്കെ സോയിലാ. സോ നിങ്ങളുടെ ക്രീപ്പ് ലെങ്ത് എന്ന് പറയുന്നത് എന്ത് വരും? 2.41 പ്ലസ് 1 പ്ലസ് 0.3 പ്ലസ് 2.61 എന്നായിരിക്കും വരുന്നത്. സോ അത് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ലോസ് ഓഫ് ഹെഡ് അപ് ടു സി കിട്ടാൻ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഇൻറ്റു ക്രീപ്പ് ലെങ്ത് അപ് ടു സി ചെയ്യുക. അപ്പം 2.41 പ്ലസ് 1 പ്ലസ് 0.3 പ്ലസ് 2.6 ചെയ്യുമ്പോൾ ലോസ് ഓഫ് ഹെഡ് അപ് ടു സി കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ആ വാല്യൂ എന്ന് പറയുന്നത് 1.58 മീറ്റർ എന്നാണ് കിട്ടുന്നത്. ഹെഡ് ലോസ് അപ് ടു സി ആണ് ഇപ്പൊ കിട്ടിയത്. ലോസ് ഓഫ് ഹെഡ് അപ് ടു സി. നമുക്ക് എന്താ വേണ്ടേ? റെസിഡ്യുവൽ ഹെഡാ അല്ലെ? ഇവിടെ നമുക്ക് വേണ്ടത് റെസിഡ്യുവൽ ഹെഡാ. എച്ച് ആണ് വേണ്ടത്, സ്മോൾ എച്ച്. സ്മോൾ എച്ച് റെസിഡ്യുവൽ ഹെഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ ഹെഡ് ലോസ് മൈനസ് ലോസ് ഓഫ് ഹെഡ് അപ് ടു സി. ടോട്ടൽ ഹെഡ് ലോസിൽ നിന്ന് ആ സി വരെയുള്ള ഹെഡ് മൈനസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മിച്ചമുള്ള ഹെഡ് എത്രയാണെന്നുള്ളത് കിട്ടും. സോ 2 മൈനസ് 1.58 ചെയ്യുമ്പോൾ എച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എച്ച് എന്ന് പറയുന്ന റെസിഡ്യുവൽ ഹെഡ്. സോ ആ വാല്യൂ പറയുമോ? 0.42 എന്ന് കിട്ടും. 0.42 മീറ്റർ. ഇനി നിങ്ങൾക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ബ്ലൈക്സ് തിയറി വെച്ച് ബ്ലൈക്സ് തിയറി പറഞ്ഞ തിക്നെസ് എത്രയാ മിനിമം കൊടുക്കണ്ടേന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ടി ഈസ് ഈക്വൽ ടു 4/3 h by g minus 1. സോ ജി എന്ന് പറയുന്നത് എന്താ? ജി എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ മെറ്റീരിയൽ. നമ്മൾ ഇവിടെ മേസണറി കൊണ്ടാണ് നിങ്ങളുടെ ഈ എന്താ നോച്ച് ഉണ്ടാക്കുന്നത്. സോ 2.25 ആണ് വരിക. അപ്പൊ 4/3 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 0.42 ഡിവൈഡഡ് ബൈ ജി എന്ന് പറയുന്നത് 2.25 മൈനസ് 1. അപ്പൊ നിങ്ങൾക്ക് ടി വാല്യൂ കിട്ടും 0.448 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ നോക്കിക്കേ. അപ്പം ഫസ്റ്റ് കണ്ടീഷൻ ഞാൻ പറഞ്ഞു, 2 ചെക്കാണ് ഇവിടെ ചെയ്യേണ്ടത്. ഒന്നാമത്തെ ബ്ലൈക്സ് തിയറി വെച്ചിട്ടുള്ള തിക്നെസ്. ബ്ലൈക്സ് തിയറി എത്ര കൊടുത്താൽ മതി എന്നാ പറയുന്നത്? 0.448 മിനിമം കൊടുത്താൽ മതി എന്നാ പറയുന്നത്. അപ്പൊ ആ കണ്ടീഷനിൽ നമ്മൾ അസ്യൂം ചെയ്തേക്കുന്ന 1 മീറ്റർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ബ്ലൈക്സ് പറയുന്ന കണ്ടീഷൻ വെച്ചിട്ട് 0.448 മീറ്റർ കൊടുത്താലും നമുക്ക് ആപ്ലിക് പ്രഷറിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നതാണ് കോഡൽ പ്രൊവിഷൻ വെച്ചിട്ട്. അതായത് കോഡൽ പ്രൊവിഷൻ വെച്ചിട്ട് മിനിമം തിക്നെസ്സിന് അവരൊരു ഇക്വേഷൻ പറയുന്നുണ്ട്. സോ ആ ഇക്വേഷൻ, ഇത് മിനിമം തിക്നെസ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മിനിമം തിക്നെസ് കോഡൽ പ്രൊവിഷൻ വെച്ചിട്ട് ഇത്രയെങ്കിലും മിനിമം തിക്നെസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഈക്വൽ ടു 1/2 ഇൻറ്റു 1/2 റൂട്ട് ഓഫ് du പ്ലസ് h ഡാഷ്. ഇതാണ് കോഡ് പറയുന്ന
തിക്നെസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ. DU എന്ന് പറയുന്നത് അപ്സ്ട്രീം വാട്ടർ ഡെപ്ത്, അപ്സ്ട്രീം വാട്ടർ ഡെപ്ത് 1.5 പ്ലസ് H ഡാഷ് എന്ന് പറയുന്നത് ഡ്രോപ്പിന്റെ ഹൈറ്റ് 2. സോ മിനിമം തിക്നെസ് എത്രയാ അവര് പറയുന്നത്? 0.935 മീറ്റർ എന്ന് പറയും. ഓക്കെ, അപ്പം രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് ബ്ലൈക്സ് തിയറി വെച്ചിട്ട് 0.448 കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. കോഡൽ പ്രൊവിഷൻ പറയുന്നത് 0.935 എങ്കിലും മിനിമം കൊടുക്കണം. നമ്മൾ ഇവിടെ എത്രയാ കൊടുത്തേക്കുന്നത്? 1 മീറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെയർഫോർ തിക്നെസ് ഓക്കെ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അസ്യൂം ചെയ്യുന്നത് അസ്യൂംഡ് തിക്നെസ് is 1 meter which is greater than Blake's theory. Blake's theory thickness 0.448 and 0.935. Caudal provision പറഞ്ഞിട്ട് 0.935. അതിനേക്കാളും കൂടുതൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഫിക്സ് ചെയ്യുകയാണ് മറ്റേ എന്താ ഫൗണ്ടേഷൻ തിക്നെസ് എന്ന് പറയുന്നത് 1 മീറ്റർ കൊടുക്കാണ് ഫിക്സ് ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? മനസ്സിലായോ? ഓക്കെ, താങ്ക് യു.